ഹായ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്രൊഡക്റ്റ് കാണിക്കാനോ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കൊന്നുമല്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റമേഴ്സിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ്. പല കസ്റ്റമേഴ്സിനും ഈ സോഫ സെലക്ട് ചെയ്യുമ്പോൾ ഏത് കളർ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു കേസാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അതിൻ്റെ സൊല്യൂഷൻ്റെ സാധനം ഇതാണ്. ഇതൊരു സോഫൻ്റെ മോഡൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിനൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് വരുന്ന സാധനം. അപ്പം ഇതിൽ ഏത് കളറാണോ കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യുന്നത് ആ കളറിലേക്ക് നമ്മൾ ഈ സാധനം വെക്കുമ്പോൾ നമുക്ക് ഏകദേശം ഫുള്ളായിട്ട് മാച്ചിങ് കിട്ടുന്നില്ല. ഇതിപ്പം എപ്പോഴും പോണ ഒരു മോഡൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിന്റ് എടുത്തുള്ളത്. 5-6 പ്രിന്റ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കളർ വെച്ച് നോക്കുമ്പോൾ ഈ സോഫന്റെ ഉള്ളിൽ നമ്മൾ ഗ്ലാസ് ആയതുകൊണ്ട് ഈ കളർ ഇതിനോട് മാച്ച് ആവുന്നുണ്ടോ നമുക്ക് ഏകദേശം മനസ്സിലാവാൻ കഴിയും. ഏകദേശം നമ്മളിപ്പോൾ ഈ ഒരു നീലയിലേക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ നീലയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് ഏകദേശം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ സോഫ ഈ കളർ മാച്ചിങ് ആണോ എന്നുള്ളത്. ടാഗി ടൈപ്പിന്റെ ഒരു മോഡലാണ് നമ്മൾ ഇതിൽ പ്രിന്റ് അടിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഏത് മോഡലും ഇതിലിപ്പോൾ ഈ സ്റ്റിച്ചിങ് വരുന്ന മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു കസ്റ്റമേഴ്സിന്റെ ഏറ്റവും വലിയ ഡൗട്ടാണ് കളർ ഏത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണിത്. ഇത് ഏത് വെച്ചാലും നമുക്ക് ഏകദേശം നമുക്കൊരു എക്സാക്ട് നമ്മളൊരു മോഡൽ നമ്മൾ ഐഡിയയിലേക്ക് മൈൻഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് കളർ സെലക്ട് ചെയ്യാൻ കഴിയും. അതാണ് ഇതിനോടുള്ള ഏറ്റവും വലിയ ഉപകാരം. അപ്പോൾ ഇതുപോലത്തെ മോർ ഇൻഫർമേഷൻ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.